അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയ സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ജീവിത ലക്ഷ്യത്തെക്കുറിച്ചാണ്. എന്താണ് ജീവിത ലക്ഷ്യം? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നാം ജീവിതത്തിൽ ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും നേരിടാറുണ്ട്. എന്നാൽ ഇതിന് പല ആളുകളും വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിക്കാറുള്ളത്. ചിലർ വിചാരിക്കുന്നു ധനാഢ്യരാവുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന്. എന്നാൽ ധനാഢ്യരായതിനു ശേഷം ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഈ വാദം ഉന്നയിക്കുന്നവർ അറിയുന്നില്ല. ശതകോടി ഡോളറുകൾ ഒരാൾ സമ്പാദിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു പ്രയോജനവുമില്ല. എന്താണ് അവർ ഇതിലൂടെ ചെയ്യാൻ പോകുന്നത്? ഇത്രയും പണം സമ്പാദിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ധനാഢ്യരാവുക എന്നതാണ് ജീവിത ലക്ഷ്യമെങ്കിൽ ധനാഢ്യരായതിനു ശേഷം അയാൾക്കൊരു ലക്ഷ്യവും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ നാം കാണുന്നത് ഒരു തെറ്റായ വിശ്വാസിയുടെ അല്ലെങ്കിൽ അവിശ്വാസിയുടെ പ്രശ്നങ്ങളാണ്. അവർ ജീവിതത്തിൻ്റെ ചില ഘട്ടമാകുമ്പോൾ അവർ വിചാരിക്കുന്നു പണമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന്. അങ്ങനെ അവർ പണം സമ്പാദിക്കുന്നു. അവർ സ്വപ്നം കണ്ട ആ പണം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം അവിടെ അവസാനിക്കുകയാണ്. സംഘർഷഭരിതവും പരിഭ്രാന്തി നിറഞ്ഞതുമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ പിന്നീട് നയിക്കുക. സമ്പാദ്യം ലക്ഷ്യം വെക്കുന്നത് സന്തോഷമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ കാര്യമെടുത്തു നോക്കൂ. പണമല്ല ആ കുട്ടിക്ക് പ്രധാനം. $1 മില്യൺ അവന് പ്രധാനം അവൻ്റെ കളിക്കോപ്പുകളോട് തന്നെയായിരിക്കും. അതുപോലെ തന്നെ കൗമാരപ്രായമെത്തിയ ഒരു 15 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ കാര്യമെടുത്തു നോക്കൂ. പണമല്ല അവന് പ്രധാനം. അവൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ വ്യാപൃതനാണ്. അതുപോലെ തന്നെ 90 വയസ്സായിട്ടുള്ള ഒരു വൃദ്ധനായ ആളുടെ കാര്യമെടുത്തു നോക്കൂ. പണമല്ല അയാൾക്ക് പ്രധാനം, മറിച്ച് തൻ്റെ ആരോഗ്യനില നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നതായിരിക്കും. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പണമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന്. ഒരവിശ്വാസിക്ക് തൻ്റെ സമ്പാദ്യം കൊണ്ട് അല്പസമയം മാത്രമേ സന്തോഷം ലഭിക്കുകയുള്ളൂ. കാരണം അവന് അന്ത്യത്തെക്കുറിച്ച് യാതൊരു ഉറപ്പും ഉണ്ടാകില്ല. ഇനി എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടെങ്കിൽ തന്നെ അത് താൽക്കാലികമോ അല്ലെങ്കിൽ സ്വയം നാശമുള്ളതോ ആയിരിക്കും. അന്ത്യത്തെക്കുറിച്ച് ഭയപ്പെടുകയും എല്ലാത്തിനെക്കുറിച്ച് സംശയമുള്ള ഒരവിശ്വാസിക്ക് പണം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ആരാധിക്കുക, അവന് ഇബാദത്ത് ചെയ്യുക എന്നതായിരിക്കും ഏതൊരു മുസ്ലിമിൻ്റെയും ജീവിത ലക്ഷ്യം. അത് ആരുമാവട്ടെ, വൃദ്ധനാവട്ടെ, ശക്തനാവട്ടെ, പ്രായപൂർത്തിയായവനാവട്ടെ, ആരുമാവട്ടെ, അവർ ഈ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ ഐഹിക ജീവിതത്തിൽ കുറഞ്ഞ കാലയളവ് മാത്രം. ഇതിനു ശേഷം മറ്റൊരു ജീവിതമാണ് നമുക്കുള്ളത്. ആദ്യം ജീവിതം, പിന്നീട് മരണം, പിന്നീട് വിചാരണ ദിവസം, പിന്നീട് രണ്ടാമത്തെ ജീവിതത്തിന് രൂപം കുറിക്കുകയാണ്. ഈ ജീവിതത്തിൽ ഏതാനും വർഷങ്ങൾ നാം ഇവിടെ ജീവിക്കുന്നു എന്നും ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നും ഏതൊരു മുസ്ലിമിനും വ്യക്തമായിട്ടറിയാം. കാരണം അള്ളാഹു നമ്മളുടെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. നമ്മുടെ രണ്ടാം ജീവിതത്തിന് രൂപം നിർണ്ണയിക്കുന്നത് ഒന്നാമത്തെ ജീവിതമാണ്. ഏതൊരു മുസ്ലിമിൻ്റെയും വിശ്വാസം അള്ളാഹുവിനെ ആരാധിക്കുക, അവന് ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അനുസരിക്കൽ, അവന് ഇബാദത്ത് ചെയ്യൽ, നോമ്പ്, സക്കാത്ത്, നിസ്കാരം എന്നിങ്ങനെയൊക്കെ അവന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അവിശ്വാസിക്കും ജീവിത ലക്ഷ്യമുണ്ട്. പണം സമ്പാദിക്കുക, അതുപോലെ തിന്നുക, കുടിക്കുക, നൃത്തം ചവിട്ടുക, ലൈംഗികത എന്നിങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതൊന്നും എന്നും നിലനിൽക്കുകയില്ല. ഇതൊക്കെ താൽക്കാലികവും അസ്ഥിരതയുമാണ്. പണം വരും പോകും, ആരോഗ്യം വരും പോകും, ലൈംഗികത എന്നൊന്നും നിലനിൽക്കുകയില്ല. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഇസ്ലാം മുസ്ലിമിനെ രക്ഷപ്പെടുത്തുന്നു. അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ ലോകത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, പരലോകത്ത് സ്വർഗം ലഭിക്കുക എന്നതായിരിക്കും ഏതൊരു മുസ്ലിമിൻ്റെയും ജീവിത ലക്ഷ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വഹർദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.